3 idiots. അതിൽ ആമിർ ഖാൻ എപ്പോഴും പറയുന്നുണ്ട് all is well. all, even ബൈബിളിൽ നിന്ന് എടുത്തേ കേട്ടോ. ഒരു സ്ത്രീയുടെ മോൻ മരിച്ചുപോയി. ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാ പ്രവാചകനെ കാണാൻ പോന്നെ? അവൾ പറഞ്ഞു all is well. അസിസ്റ്റന്റ് വന്ന പ്രവാചകന്റെ അവൾ പറഞ്ഞു all is well. ഞാൻ പറയട്ടെ, നിങ്ങൾ ആ പ്ലേസിൽ വരണം, a place of rest, that all is well and God will do. ഒത്തിരി പേർക്ക് ഈ സ്ട്രെസ് ആണ്. അയ്യോ അതുകൊണ്ട് ഒത്തിരി പേർക്ക് മുടിയില്ലാത്ത തലയിൽ എല്ലാം പാസ്റ്റർ എല്ലാം പാസ്റ്റർ തലയെ കൈവച്ച് മുടിയെല്ലാം പിടിച്ചോണ്ട് പോകും. അതുകൊണ്ടാണ് ഞാനും എന്റെ പപ്പ സെപ്പറേറ്റ് ആയിരിക്കും. എന്റെ പപ്പന്റെ തല കണ്ടിട്ടുണ്ടോ? നമുക്ക് ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽസ് ആണ്. His is departed, mine is parted. ഞാൻ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന റോബിൻ ഹുഡ് സ്റ്റൈലാണ്. Give from the rich side to the poor side. എല്ലാ സ്ഥലത്തും തല വെക്കത്തില്ല. ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കും, അഭിഷേകം ഉണ്ടോ, ക്യാരക്ടർ ഉണ്ടോ. അഭിഷേകം മാത്രമല്ല, ക്യാരക്ടർ ഉണ്ടോ ഇല്ല. പറഞ്ഞ ഇവർ തലേ കൈ വെക്കുമ്പോ ഇവരുടെ പുറത്തിരിക്കുന്ന ആ ക്യാരക്ടറും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ബി സ്ലോ ടു ലേ ഹാൻഡ്സ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. How does he treat his wife? How does he treat his children? How does he treat his colleagues? Important. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ നോക്കുന്നുണ്ടായി പറയുന്നത്. Because ഒത്തിരി pastors വരും. ഞാൻ പറഞ്ഞു ഒത്തിരി pastors വരും. But in that you have to ask yourself whether they have character. ഒരു പഴയ നിയമം, ഞാൻ ഇച്ചിരി വെളിയിലോട്ട് പോകട്ടെ. ഇച്ചിരി വെളിയിലോട്ട് പോകട്ടെ. പഴയ നിയമത്തിൽ ഈ പുരോഹിതൻ അവരുടെ തുണിന് താഴെ 2 കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? 2 things were in the priest garments underneath. ഒരു bell, ഒരു pomegranate fruit. അല്ലയോ? 2 കാര്യങ്ങളാണ് വേണ്ടിയത്. pomegranate fruit, bell. pomegranate fruit, bell. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ റീസൺ ഉണ്ട്. എന്റെ അടുത്ത് ഈ കീബോർഡ് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും. പറഞ്ഞ എനിക്ക് ഗിഫ്റ്റ് ഇല്ല. ഈ ബെല്ല് വായിക്കണമെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഗിഫ്റ്റ്. മറ്റേ ഫ്രൂട്ടാണ്. ഒരു പുതിയ നിയമത്തിൽ നിങ്ങൾ പുരോഹിതനാണെങ്കിൽ you are a chosen generation or royal priest അല്ലെങ്കിൽ ഈ രണ്ടും വേണം. gift of the Holy Spirit and fruit of the Holy Spirit. gift ആയിട്ട് മാത്രം നടക്കാൻ പറ്റില്ല, ഫ്രൂട്ടും വേണം. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗിഫ്റ്റ്, രണ്ടും വേണം. അതാ ഞാൻ പറഞ്ഞത്, ശുശ്രൂഷ തുടങ്ങുന്നതല്ല, തീർക്കുന്നതാ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചില പാസ്റ്റേഴ്സ് കുഴപ്പമില്ല. Because I have to teach the truth to build you up. Okay, ഒരു വാക്യം നോക്കാം, ശ്രദ്ധിച്ചു നോക്കാം. ദേഷ്യപ്പെടത്തില്ലല്ലോ ഇന്ന് സാറിനായിട്ട് ഇന്ന് ദേഷ്യപ്പെടാൻ പറ്റും. 2 Kings 6:32. പ്രവാചകൻ എവിടെയിരിക്കുന്നു? എലീശ തന്റെ വീട്ടിൽ മൂപ്പന്മാരോട് കൂടി ഇരിക്കുമ്പോൾ രാജാവ് ഒരാളെ തനിക്ക് മുൻപായി അയച്ചു. ദൂതൻ എലീശയുടെ അടുക്കൽ എത്തുന്നതിന് മുൻപ് അവൻ മൂപ്പന്മാരോട്, എന്റെ തലയെടുത്തു കളവാൻ ആ കൊലപാതകപുത്രൻ ആളയച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ? നോക്കുവേ. പ്രവാചകൻ എവിടെയിരിക്കുന്നു? In his house. സ്വന്തം വീട്ടിൽ ഇരിക്കുന്നു. ദൈവം നമുക്ക് പ്രവാചകന്മാരെ വീട്ടിൽ തന്നെ തന്നു. നമ്മൾ ഇങ്ങോട്ടും ഓടണ്ട. You just need to be connected in the house. That word that is spoken, that will become life for you.
ആ പ്രവാചകൻ വെളിയിൽ പോയി പിന്നെ പ്രവചിച്ച് അടുത്ത 24 മണിക്കൂറിനകത്ത് ഈ ദൂത് കൊടുത്ത കൊട്ടാരന്റെ അകത്താണ്. അവിടെ ഒരു മനുഷ്യന്റെ ഇരിപ്പുണ്ട്. 2ാമത്തെ വാക്യത്തിൽ എഴുതി, an officer was leaning on the king's hand and he said it is not possible. കണ്ടോ, ഓന്നോന്റെ ആള് ഇറങ്ങിയിട്ടുണ്ടോ? ദൂത് കിട്ടിയപ്പോ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വീട് കിട്ടും, നിങ്ങൾക്ക് കുഞ്ഞ് കിട്ടും, നിങ്ങൾക്ക് വണ്ടി കിട്ടും. ഓനോ അത് നടക്കത്തില്ല, അത് മത പറഞ്ഞിട്ട് പോയതാ. അതുപോലെ ഓനോന്റെ ആൾ അവിടെ ഇരിപ്പുണ്ട്. ദൂത് കിട്ടുമ്പോ അപ്പൊ അടുത്ത ഡൗട്ട് വരുന്നത്, ദൂത് കിട്ടുമ്പോഴാ ഓനോന്റെ ആള് വരുന്നത്, ദൂത് കിട്ടുമ്പോഴാ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വരുന്നത്, ദൂത് കിട്ടുമ്പോഴാ ഡോക്ടർ പറയുന്നത് ഡയബറ്റീസാ, അല്ലയോ ബ്ലഡ് പ്രഷറാ. നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ BP, ഭാര്യ പേടി ഇല്ലെങ്കിൽ ഭർത്താവ് പേടി, അല്ലയോ? അത് ഈ റിപ്പോർട്ട് എല്ലാവരും ദൂത് കിട്ടുമ്പോഴാണ് വരുന്നത് ഇത്, കേട്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, ആരാ നിങ്ങൾ ആരുടെ മുട്ടത്തി കഴിക്കുന്നത്. നെഗറ്റീവ് ആണ്ട് കൊടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വരത്തില്ല അനുഗ്രഹം. പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കാൻ തുടങ്ങും. യോബ് പറഞ്ഞ ഒരു കാര്യം, ജോബ് ചാപ്റ്റർ 3 ഒരു വാക്യം, what I feared it happened to me. what I feared, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തുവാ എന്റർടൈൻ ചെയ്യുന്നേ അതാ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. എന്റെ മോൻ ജനിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മരിച്ചിരിക്കുന്ന മകനാ, ഇറ്റ്സ് ഡെഡ്. അതിന് മുമ്പേ തന്നെ അവർ പറഞ്ഞു കോംപ്ലിക്കേഷൻ, ഇറ്റ്സ് ലെസ് ലൈക്ലി ഹി വിൽ സർവൈവ്. ഡോപ്ലർ ടെസ്റ്റ് അതെല്ലാം ചെയ്തിട്ട് അവർ ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് ഫുഡ് ഫോർ ലാസ്റ്റ് 3 days, ഹി ഈസ് നോട്ട് ഗോയിങ് ടു സർവൈവ്, ഹി വിൽ ബി ബോൺ ഡെഡ്. പാർക്കിങ്ങിൽ നിന്നിട്ട് ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവമേ, നീ പറഞ്ഞ വാക്ക്, നിന്റെ വീട്ടിൽ ഒരു പ്രവാചകൻ ജനിക്കും, അവന്റെ പേര് ജെറമായ ഇടണം. ദൈവമേ, മരിച്ചിരിക്കുന്ന പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തെരുവധികം അവർ മരിച്ചു പറഞ്ഞ ഞാൻ കാർ പാർക്കിംഗ് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ജീവനോടെ തിരിച്ചു വരട്ടെ. Let life come back into him. I speak the life of God. You spirit of death, leave him alone. He will be a witness. ബൈബിൾ വാക്യം പറയാൻ തുടങ്ങി. വിശ്വാസം വേണ്ടായോ? He will be a witness in the land of the living, not in the land of the dead. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രവാചകൻ ശവപ്പെട്ടിയിൽ ഇരുന്നിട്ട് എന്തോ ഞാൻ പോന്നെ? Nothing. God, you said he will be a prophet, therefore let him rise up. I speak life of God into him. You came to give life. Lord, you will never give me a son that is a crippled condition. You will never give me a son that will not make it in life. In the name of Jesus. Yeah. 12 വയസ്സ് വരെ അവന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പൈലറ്റ് ആകാൻ വേണ്ടി. 12 വയസ്സായപ്പോൾ ദൂത് കിട്ടി. ഷാജാൻ വീട്ടിൽ കയറിയിട്ട് ദൂത് കൊടുത്തു. ആ ദിവസം അവന്റെ ചിന്ത മാറി. അവൻ പറഞ്ഞു, ഇനി ബിസിനസ് മാൻ ആണ്. 12 വയസ്സായപ്പോ അവനൊരു കോൺട്രാക്ട് നടത്തി എമിറേറ്റ്സ് എയർലൈൻസിന് കൊടുത്തു. They paid him 20,000 pounds for that contract. അവൻ്റെ അടുത്ത് പറഞ്ഞു, you have to create a bank account for me now. അവന് ഓൾറെഡി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. But we created another one. Business contracts ഇന്ന് കിട്ടുന്നില്ല, അതിലോട്ട് കേട്ടു. He designs web pages. He's a genius. ഡോക്ടർ പറഞ്ഞ് ഇവൻ ജീവിക്കത്തില്ല, ജനിച്ച് അവൻ ജീവൻ വന്നപ്പോൾ പറഞ്ഞ വെജിറ്റബിൾ കണ്ടീഷൻ ആയിട്ട് സംസാരിക്കും. 4 മാസം കണ്ണില്ലായിരുന്നു, കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു. കംപ്ലീറ്റ്ലി പ്ലാന്റ്. God healed him. വിശ്വാസന്റെ വാക്ക് സംസാരിക്കാൻ ഒക്കുമെങ്കിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ സക്കറായ പോലെ വാ മൂടി വെക്കും. ഒരു സിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കർത്താവിനെ ആരായിരുന്നു? സക്കറായ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് കർത്താവ് വന്ന് തന്നതാരെ കൂട്ടി വെച്ചത്. നിങ്ങൾ സ്വന്തമായിട്ട് കൂട്ടിക്കൊണ്ട് നെഗറ്റീവ് സംസാരിക്കണം. നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ പിള്ളേരെ ജനിക്കും. എനിക്കൊരു സന്ദേശമുണ്ട്.
യൂട്യൂബിൽ കാണാം. ഞാനിപ്പോൾ റീസെൻ്റ്ലി വലിയ പ്രസംഗിച്ചോളൂ. ഹന്ന, ഞാൻ ചോദിക്കട്ടെ, പെനീന ഉണ്ടായിരുന്നല്ലോ, എത്ര പിള്ളേരുണ്ടായിരുന്നു? ഫാക്ടറി ഉണ്ടായിരുന്നു ഇല്ലയോ? പെനീനൻ്റെ ഒരു കുഞ്ഞിൻ്റെ പേര് പറയാമോ? 10,000 പൗണ്ട് തരായിരുന്നു. പക്ഷെ കുറവുള്ള വ്യക്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ പ്രവചിച്ചൊന്നുമില്ല, പറഞ്ഞ ഗോ ഇൻ പീസ്. അതൊരു വിശ്വാസത്തെ അവളെ പിടിച്ച് വീട്ടിൽ പോയി മുഖമൊക്കെ കഴിച്ചിട്ട് ആരാധിക്കാൻ കയറി. അവള് ആരാധിക്കാൻ കയറിയപ്പോൾ ബൈബിൾ എഴുതിയിട്ട് ഫസ്റ്റ് സാമുവൽ chapter 1 verse 19 and she came back for worship കഴിഞ്ഞപ്പോൾ അവൾ പോയി തിരിച്ച് റാമ പറഞ്ഞ ഹൈ പ്ലേസസ്. നിങ്ങളുടെ ആരാധന നിങ്ങൾ മേലോട്ട് കൊണ്ടുപോകും. അബ്രഹാമേ, നിന്റെ worship is going to take you to the mountain, to the high places. High places എത്തിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് and the Lord remembered Hannah. നിങ്ങളുടെ ആരാധന നിങ്ങൾ മേലോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നിങ്ങളെ ഓർക്കുന്ന മാത്രമല്ല നിങ്ങളെ അനുഗ്രഹിക്കും. കുറവുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാവരും പ്രസംഗിക്കുന്ന സാമുവലിനെ കുറിച്ചാണ്, പെനീനന്റെ കുഞ്ഞിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ അനുഗ്രഹത്തെ കുറിച്ചാണ് ആളുകൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളത് വിശ്വസിച്ചോ, ദൈവം അതാ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദൂത് കിട്ടി. എവിടെ കിട്ടുന്നത്? കൊട്ടാരന്റെ അടുത്ത്. പക്ഷെ 4 കുഷ്ഠരോഗികൾ വെളിയിൽ പോകണം. ദൂത് കേട്ടില്ല, അല്ലയോ? ഈ ദൂത് വിളിച്ചു പറയുന്നത് നാച്ചുറൽ റെയിലല്ല കേട്ടോ. എനിക്കൊരു സ്വഭാവമുണ്ട്. ഈ പ്രവാചകന്മാർ ചില പ്രവചിക്കുമ്പോൾ മറ്റൊരു വേണ്ടിയാണ് പ്രവചിക്കുന്നത്, പക്ഷെ അത് ഞാൻ പിടിച്ചെടുക്കും. ആ സ്വഭാവമുണ്ട്. തെറ്റായി എടുക്കണം. ഒരു പന്നീന്റെ സ്വഭാവമാണ്. എല്ലാം കഴിക്കണം. ഒരു നല്ല കാര്യം പറയുന്നതിന് നിനക്ക് വീട് യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ, എന്റെ വീട്ടിൽ നടക്കട്ടെ, എന്റെ ഉള്ളവരോട് കിട്ടട്ടെ. എടാ, അവനെ അപേക്ഷിച്ച് കുഴപ്പമില്ല. ഇത് അറ്റ്മോസ്ഫിയറിൽ വിട്ടിരിക്കുന്നുണ്ട്. ആര് പിടിക്കുന്നുണ്ട് അവൻ കിട്ടും. ഈ നല്ല ദൂതൊക്കെ കിട്ടുമ്പോൾ you will be a billionaire. Hallelujah. Thank you Jesus. That is my promise. എടാ, നിനക്ക് വേണ്ടിയല്ല, അല്ല, അറ്റ്മോസ്ഫിയർ പറഞ്ഞുകൊണ്ട് I take it as mine. നമ്മൾ ഓർക്കുന്നത് മറ്റവർക്ക് വേണ്ടി ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവം ഇങ്ങോട്ടും കൊണ്ടുവന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരണ ദൈവം നീ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ പിടിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഒരാൾക്കും വേണ്ടി മാത്രമേ ഉള്ളൂ? എല്ലാവർക്കും ഇല്ലയോ? അപ്പൊ ദൈവം സംസാരിച്ചാൽ നമുക്ക് പിടിക്കാൻ ഒക്കത്തില്ല. പിടിച്ചാൽ മതി. Because he created the universe with one word. ശ്രദ്ധിച്ചോളാം. one verse word. With one word he created universe. It's that one word, you catch it. Okay, നിങ്ങൾ സയൻസ് പഠിച്ചുകൊണ്ട് ഇത് ഞാൻ പറയാം. What travels faster, light or sound? Light ആണോ? Okay. ചിലര് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് 10 കൽപ്പനയിൽ എത്ര കൽപ്പനയുണ്ട്? 10. എത്ര ഉണ്ട്? 10. അല്ല, 10 കൽപ്പനയിൽ 10 ഉള്ളൂ കേട്ടോ. ഞാൻ തിരിച്ചു ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഡൗട്ട് വന്നു. നിങ്ങൾ 10 ഉണ്ടോ ഇല്ലയോ? ചിലര് 9 ആയിരിക്കും ചിലപ്പോൾ വാസന. ഇല്ല, 10 ഉള്ളൂ കേട്ടോ. ഓക്കെ. Light travels faster than sound. Revelation is light. Teaching is sound. വെളിപ്പാട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഫാസ്റ്റ് ആയി മാറും. പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് ഫൗണ്ടേഷൻ വേണ്ടിയാ. വെളിപ്പാട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഓടാക്കും ഫാസ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ വെളിപ്പാട് പഠിപ്പിക്കുന്നത്. because I want you to run faster and get things faster. So it says like this. വെളിയിരിക്കുന്ന 4 കുഷ്ഠരോഗികൾ തമ്മിൽ സംസാരിക്കുക. ഇവരെ വെളിയിട്ടതാ. ഇവരെ അകത്തായിരുന്നു. കുഷ്ഠരോഗിയായപ്പോഴത്തേക്ക് ഇവരെ വെളിയാണ്. ഇവരുടെ പൊസിഷൻ മാറ്റി. ഇനി ഇവിടെ പാടില്ല, ഈ മേശ ഇരിക്കാൻ ഒക്കത്തില്ല, ഈ വീട്ടിൽ അനുഗ്രഹം അനുഭവിക്കാൻ നിങ്ങൾ വെളിയിരുന്നാൽ മതി കുഷ്ഠരോഗികളായി. പക്ഷേ
ഈ വാക്ക് സംസാരിച്ചപ്പോൾ അറ്റ്മോസ്ഫിയറിലായിരുന്നുകൊണ്ട് ഇവരാ ശബ്ദം കേട്ടിട്ട് പറഞ്ഞ ഒരു വാക്കാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോ. മൂന്നാമത്തെ വാക്യം, why stay here until we die? 37 verse 3. And the 4 lepers said to each other, why sit here and die? ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, ഇവിടെ ഇരുന്ന് എന്തിനാ നിങ്ങൾ മരിക്കാൻ പോകുന്നു? ഈ സെയിം പൊസിഷനിൽ ഇരുന്ന് എന്തിനാ മരിക്കാൻ പോകുന്നു? നിങ്ങളുടെ നഖം വളരുന്നുണ്ട്, നിങ്ങളുടെ മുടി വളരുന്നുണ്ട്, നിങ്ങളുടെ സമ്പത്ത് വളരുന്നുണ്ടോ? നിങ്ങളുടെ ആരോഗ്യം വളരുന്നുണ്ടോ? See, we need to start asking, why die in the same place? ദൂത് കിട്ടിയിട്ടുണ്ട്. ആത്മാവ് ഇവര് പിടിച്ച് ചോദിക്കാൻ തുടങ്ങി. ഇവരെ ഓൾറെഡി വെളിയിറക്കി. പക്ഷെ ഇവര് പറഞ്ഞു why sit here and die? അപ്പൊ അവരെന്തോ ചെയ്തേ? ഈ 4 പേര് ഡിസിഷൻ എടുത്ത് ലെറ്റ്സ് ഗോ ഫോർവേഡ്. പുറകിലോട്ട് പോകത്തില്ല, മുമ്പിലോട്ട് അപ്പോണ്ട് ചെയ്യാം. ഒരു ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഈ വണ്ടി ഓടിക്കാൻ നേരം മുമ്പിലോട്ട് പോകുന്ന ഈസിയാ, പുറകിലോട്ട് പോകുന്ന ഒത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് അദ്ദേഹം പുറകെ കണ്ണു വെക്കാതിരിക്കും, പുറകിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി, മുമ്പിലോട്ട് പോകാൻ വേണ്ടി. That is why God has given you eyes in the front to look forward. So they said, let's go forward. മുമ്പിൽ പോയി കഴിഞ്ഞാൽ ശത്രുക്കളായി ഇവർ കൊല്ലും. പക്ഷെ അവർ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പുറയിലോട്ട് പോയാലും അവിടെ കൊല്ലും. അവിടെ ആഹാരം ഇല്ല. ഓൾറെഡി ആഹാരം എവിടെ ഇരിക്കുന്ന? ശത്രുക്കളുടെ പൂർത്തിയായിരിക്കും. ശ്രദ്ധിച്ചോണം, ശത്രുക്കളുടെ മുമ്പിൽ മേശ വിരിക്കുന്ന ദൈവം നമ്മളെ കേട്ടോ. ഇവര് പറഞ്ഞ ഇവിടെ ഇരുന്നാൽ മരിക്കും, പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ മരിക്കും. അത് കാട്ടി നല്ല എവിടെ ആഹാരം ഉണ്ട് അങ്ങോട്ട് പോവാം. അവര് കൊന്നാ കൊന്നു, പക്ഷെ പോകുവാണെങ്കിൽ അങ്ങോട്ട് പോയി അനുഗ്രഹം അനുഭവിക്കുന്നു. അവര് ആ സ്റ്റെപ്പ് എടുത്ത്, വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് മുമ്പിലോട്ട് പോയി. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം, and the enemies heard a great sound. എന്റെ ചോദ്യം, 4 കുഷ്ഠരോഗികൾ വരാൻ നേരം ഗ്രേറ്റ് സൗണ്ട് എങ്ങനെയാ വരുന്നത്? In the imagination, ഈ 4 കുഷ്ഠരോഗികളല്ലോ നടക്കുക. ഇങ്ങനെ കാലം പറഞ്ഞ വിശ്വാസത്തിൽ തുടങ്ങിയതല്ലോ. കർത്താവ് സ്വർഗത്തിന്റെ മൈക്ക് സെറ്റ് എടുത്തിട്ട് അവരുടെ കാലിലോട്ട് വെച്ചു. അതിന്റെ സൗണ്ട് കേട്ടപ്പോ അവര് പറഞ്ഞ I hear the sound of a great army. 4 പേരുള്ള യാത്രയില്, പക്ഷെ സൗണ്ട് വന്നപ്പോ വലിയൊരു സൗണ്ടാണ്. See, when you walk by faith, the sound becomes bigger. Amen. The sound becomes greater. Amen. That even your enemies start to tremble. Amen. You need to know your step of faith. ചിലപ്പോ കാണുമ്പോ ഇനി മുമ്പിൽ പോയാൽ മരിച്ചു പോകത്തുള്ളൂ, പക്ഷെ കുഴപ്പമില്ല, വിശ്വാസത്തിൽ ആ സ്റ്റെപ്പ് എടുത്തോണം. ദൈവം മാനിക്കും, ദൈവം മാനിക്കും, ദൈവം അനുഗ്രഹിക്കും, ദൈവം വഴികൾ തുറക്കും, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഈ 4 പേര് മുമ്പിലോട്ട് പോയപ്പോ ശത്രുക്കളില്ല, ഓടിപ്പോയി. അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു, കന്നിമാരില്ലായിരുന്നു. നാളെ നിങ്ങൾക്ക് കന്നിമാര. ഇവരൊക്കെ പറഞ്ഞ ചിക്കൻ ടിക്ക മസാല. ഞാൻ ഡോക്ടർ ലൂക്കിനെ കുറിച്ച് യാത്ര ചെയ്യാൻ ഡോക്ടർ പറഞ്ഞ ഇവര് ഫാസ്റ്റ് സുഖമായിട്ട് കഴിക്കുന്നു, ഞാൻ ഫാസ്റ്റിംഗ് ഇല്ല. ഈ മണമെന്ന് എനിക്ക് വയ്യായി. ഫാസ്റ്റിനെ നീ തൊട്ട് ടാക്സി വിട്ടേക്കാൻ എനിക്ക് വയ്യ. എന്റെ ശരീരത്തിന്റെ കപ്പാസിറ്റി പോകും. ഞാൻ ഇത് പറഞ്ഞ അയ്യോ ഇവര് കഴിക്കാതെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോ മുമ്പി എത്തിയപ്പോ കണ്ടപ്പോ ആഹാരമുണ്ട്. ഇവർ കഴിക്കാൻ റെഡിയായി. കഴിക്കാൻ നേരം ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അത് ഞാൻ വായിച്ചപ്പോൾ എന്നെ it should be like anything. Verse 9, and they said to each other, we are not doing right. This is the day of good news and we are keeping it to ourselves.
if we wait until daylight,